ശ്രീകുമാർ സാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിതരാത്തതാണോ പിടിക്കാത്തതാണോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞത്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ പോലെയല്ല, ഞങ്ങൾ ആളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്, പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടികളിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. അത്രയധികം ധാർമ്മിക ബോധവും ഉത്തരവാദിത്വവും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ഏറ്റവും വലിയ ക്ഷീണമുണ്ടാക്കുന്ന, ക്ഷതമുണ്ടാക്കുന്ന, അപമാനമുണ്ടാക്കുന്ന ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലീസിന് മുന്നിൽ ഹാജരാകാനും കീഴടങ്ങാനും നേതൃത്വം ആവശ്യപ്പെടണ്ടേ? അതിന് പകരം ഞാനത് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടില്ല എന്നൊക്കെയാണോ KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ടത്? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ കുറേ ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണല്ലോ. ഇതിൽ നിങ്ങൾ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളോട് പോലീസിൽ ഹാജരാകാൻ പറയാൻ KPCCക്കാവില്ല, പ്രതിപക്ഷ നേതാവിനാവില്ല. പാർലമെൻ്ററി പാർട്ടി ഇല്ലാത്തതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡറായ BD സതീശനും പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം സ്വയം തീരുമാനിച്ചു വേണം, അല്ലെ പോലീസിന് മിടുക്കണ്ടേ പിടിക്കണം. ഇത്ര അതിൽ പിന്നെ രാഹുൽ MLA ആയത് ആരുടെ ടിക്കറ്റിലാണ്? അല്ല, ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നുള്ളൂ. അതായത് KPCC പ്രസിഡന്റ് എൻ്റെ പോക്കറ്റിലില്ല എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അല്ലല്ലോ ചോദിക്കേണ്ടത്. അത് DGPയോടെയോ അല്ലെങ്കിൽ ആരെയാണോ പെട്ടെന്ന് കയ്യിൽ കിട്ടാവുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോടോ ചോദിക്കണം. ഇത് ഈ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ ഒളിച്ചിറക്കുന്ന ആദ്യമൊന്നും അല്ലല്ലോ. ശ്രീ ഗോവൻ ഇവിടെ പറയുമ്പോൾ ഒരുപാട് ചരിത്രം പറയണം, ഞാൻ പറയുന്നില്ല. കണ്ണൂരിലത്തെ മാത്രം പറഞ്ഞാൽ മതി. കണ്ണൂരിൽ കുറേ കാലം ഒരാൾ ഒളിച്ചു നടന്നില്ല, അവസാനം വഴിക്ക് വെച്ച് പിടിച്ചൊക്കെ ഓർമ്മയില്ല, കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് നേതാക്കളാണെങ്കിലും ഇങ്ങനെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് ഇങ്ങനെ ഒളിച്ച് നടക്കും. അതൊക്കെ അവരവരുടെ കാര്യം. കോൺഗ്രസ്സിലുള്ള ആളാണെങ്കിൽ കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് ഉത്തരം പറയും, പക്ഷേ കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളാണത്. പിന്നെ ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ കുറേ ദിവസമല്ലേ ചർച്ച ചെയ്യുന്നു. ഇതിൽ ഈ ചർച്ച ഇത്രയും കാലം ചർച്ച ചെയ്തില്ല, ഒരു കാര്യം വ്യക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും, അതായത് CPMൻ്റെയും, ഞാൻ BJPയെയും CPIയെയും മാറ്റി നിർത്തുകയാണ്, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവിടെ CPM കൂടുതലായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അവർ ചെയ്ത കാര്യങ്ങൾ കൂടുതലായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്ന കാര്യവും അവർ പ്രവർത്തിക്കുന്ന കാര്യവും ഒക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിപ്പോഴും ഇന്നത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഗോപൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. ഒരു വ്യക്തി വേറൊരാളെ എടോന്നോ എടാന്നൊക്കെ വിളിക്കുന്ന അവരവരുടെ ഒരു സ്വഭാവവും ശൈലിയൊക്കെ അനുസരിച്ചിട്ടാണ്. അത് പറഞ്ഞു കൊടുത്ത് വിളിപ്പിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ മാതൃഭൂമി പത്രാധിപരായിരുന്ന K ഗോപാലകൃഷ്ണനെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചില്ലേ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഒരു പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണനോ എടോ മാമൻ മാത്യുന്നോ വിളിച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ഇവിടെ ചില ബിഷപ്പുമാരുണ്ട് നികൃഷ്ടജീവി എന്ന് പറഞ്ഞില്ലേ? അതെന്താ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? അത് അവരുടെ ശൈലിയായിരിക്കും. ഇവിടെ തൃശ്ശൂർ ബിഷപ്പായിരുന്ന ആൻഡ്രൂസ് താഴത്തിനോട് താഴത്തായാലും കൊള്ളാം മേലത്തായാലും കൊള്ളാം എന്ന് പറഞ്ഞത് ആരാ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ എടോ വിളി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അങ്ങോട്ട് ഞങ്ങളാണ് കേമന്മാരെന്നൊന്നും പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ കൂടുതൽ പുറത്തേക്ക് വരികയാണ്, ഇവരുടെ സ്വഭാവം CPMൻ്റെ. കാരണം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളിൽ, അതായത് ഈ അശ്ലീല കാര്യങ്ങളുള്ള വിഷയവും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട MLAമാരുടെ രാജി സംബന്ധിച്ചുള്ള CPM നിലപാടുണ്ട്. അതിങ്ങനെ ചർച്ചയിൽ വരികയാണ്. ഇതിലിപ്പോൾ ശബരിമല കേസ് തന്നെ നോക്കൂ. ശബരിമല കേസിൽ എന്താണ് പ്രതിപക്ഷം എന്താ പറയുന്നത്? CPMൻ്റെ മുൻ MLA ആയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് പത്മകുമാർ ജയിലിലാണ്. മറ്റൊരു നേതാവായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N വാസു ജയിലിലാണ്. അപ്പോൾ അതിൽ പത്മകുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവരെന്താണ് കുറ്റാരോപിതൻ. അപ്പോൾ ഇപ്പുറത്ത് ചോദിക്കുമ്പോൾ കുറ്റം ചെയ്തു, ക്രിമിനൽ, ബോൺ ക്രിമിനൽ എന്തൊക്കെയല്ലേ പറയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് CPMനെ കൂടുതൽ CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ സമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം CPM അവർ ഒരു കാലത്ത് ചെയ്തതെല്ലാം അവർ ഞങ്ങൾ ശരിയാണെന്ന് പറയുന്നതാണ് ഈ ചർച്ചകൾ ഇത്രയും ദിവസമായിട്ടുള്ള ആകത്തുക. ഇത് ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെടും, ഈ CPMൻ്റെ നിലപാട് മാറ്റം. ഇന്ന് തന്നെ ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞതെന്താണ്? മറ്റേ രാഹുലിനെ കുറിച്ച് പറഞ്ഞെന്താണ്? കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞെന്താണ്? കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. മറ്റത് പാർട്ടിയിലുള്ള ഒരാളെ കുറിച്ചാണ് പത്മകുമാറിൻ്റെ വിഷയത്തിൽ ചോദിക്കുന്നത്. കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് KPCC പ്രസിഡന്റ് ചോദിച്ചാൽ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ KPCC പ്രസിഡന്റ് പറയും എനിക്കറിയില്ലെന്ന് പറയും. നേരെ മറിച്ച് ഉള്ള ആളെ കുറിച്ചാണെങ്കിൽ എനിക്കറിയില്ലെന്ന് പറയാൻ പാടില്ല. അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ ഗോപികൃഷ്ണൻ ചോദിച്ച മറ്റു കാര്യം, UDF MLA ആണ്, ശരിയാണ്.
UDFിൻ്റെ MLA ആയിട്ട് അദ്ദേഹം ജയിച്ചു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അതുകൊണ്ട് വിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരിക്കൽ അസംബ്ലി വന്നു, അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം പാലക്കാട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു വിഭാഗം പ്രവർത്തകർ, UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശികമായ ചില നേതാക്കളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് അടുപ്പം സ്ഥാപിച്ചു. പക്ഷേ കോൺഗ്രസ് KPCCയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ DCCയോ അദ്ദേഹത്തെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കുറേ പേർ അദ്ദേഹത്തെ പിന്താങ്ങുന്നത്, കുറേ പേർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതെന്ന് വെച്ചാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. 1960, 70, 80 അല്ലല്ലോ. ഈ 2000 നമ്മൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ പറ്റില്ല, വായടച്ച് കെട്ടാൻ പറ്റില്ല. ഒരു വിഭാഗം ആളുകൾ അവർ കോൺഗ്രസ്സുകാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അവർ ഇവരുടെ ഒപ്പം പോകുന്നുണ്ട്. ഇതുപോലെ CPM പോയിട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലീസിന് മുന്നിൽ ഹാജരാകണം എന്ന് ഒരു നേതാവിന് പറയാൻ ഈ കോൺഗ്രസ്സുകാരനായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല എങ്ങനെ പറയാ? കോൺഗ്രസ് CPMലുള്ള ഉള്ള ഒരാളെ കുറിച്ച് കോൺഗ്രസ് നേതാവിന് പറയാൻ പറ്റുമോ പോലീസിന് ഹാജരാവാൻ? ഇദ്ദേഹം ഒരു സ്വതന്ത്രനാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, MLA ആയി പോയെന്നേ ഉള്ളൂ. MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അത് ശരിയാണ്, പറഞ്ഞിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ, നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ കുറ്റാരോപിതനാണ്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ശ്രീ എബി ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ ആ രാജിവെച്ചയാളെ കുറ്റക്കാരനല്ലെങ്കിൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാൻ ഗോവിന്ദ മാഷ് പറഞ്ഞത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളോട് രാജിവെക്കാനും പറയാൻ പറ്റില്ല, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളോട് പോയി കീഴടങ്ങാനും പറ്റത്തില്ല. കോൺഗ്രസിൽ ഇല്ല ഗോപികൃഷ്ണ, പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? പക്ഷേ ഗോപികൃഷ്ണൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ അസ്വസ്ഥതയുണ്ട്. അത് ശരിയാ. എന്താ അസ്വസ്ഥത? കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിലെ മുഖ്യമായ വിഷയം ഭക്തിമാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അത് ശബരിമലയിലത്തെ സ്വർണം കൊള്ള ചെയ്ത കേസാണ്. ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ള ചെയ്ത CPMകാർ ജയിലിലായ കേസാണ്. ഒന്നാമത്തെ കാര്യം പറയുക. രണ്ടാമത്തെ കാര്യം പറയുക, ഈ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ട് 2500 രൂപ എന്നുള്ളത് 2000 ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു. കുറേ അമ്മൂമ്മമാരൊക്കെ നോട്ടും കൊണ്ട് നിൽക്കുന്ന പടമൊക്കെ വെച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളുകളികൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലെ കാര്യമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, PSC നിയമനം വൈകുന്നതിലെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പോലീസ് മർദ്ദനമുണ്ട്, കുനിച്ച് നിർത്തിയിടിക്കുന്ന CPMകാരെ പോലും പോലീസ് അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതെല്ലാം മാറിപ്പോകുന്നുള്ള അസ്വസ്ഥത കോൺഗ്രസിലുണ്ട്. ആ അസ്വസ്ഥത മാറും, കാരണം 1-2 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നിരീക്ഷിച്ചത്, ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്ന പത്രപ്രവർത്തകനാണ് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ശബരിമല പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ വിതരണം സംബന്ധിച്ച കാര്യങ്ങളിലുള്ള നിങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം കോൺഗ്രസിന് ഒരു മൈലേജ് കിട്ടുമായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയാൾ ഇല്ലാതാക്കി എന്ന അഭിപ്രായം ശ്രീമാൻ സാറിനുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാൾ ഒറ്റയാൾ ഇല്ലാതാക്കി എന്നുള്ളതല്ല, പക്ഷേ ഇത് ചർച്ചയാക്കി. ഇത് മീഡിയാസ്, മാധ്യമങ്ങൾ, ചാനലുകൾ ചർച്ചയാക്കുന്നു. അങ്ങനെ ചർച്ചയാക്കുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഇതിങ്ങനെ നിലനിൽക്കുകയല്ലേ, അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയല്ലേ. അപ്പോൾ കോൺഗ്രസിന് 10 ദിവസം പണിയെടുക്കേണ്ടത് ഒരു 12 ദിവസം പണിയെടുക്കേണ്ടി വരും. ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും KPCC മുൻ അധ്യക്ഷനായിരുന്ന K സുധാകരന് മറച്ചൊരു നിലപാടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും വീട് വീടാന്തരം കയറി പ്രചാരണം നടത്തുന്നതിനും UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാൾപോസ്റ്റ് ഒട്ടിക്കാനും പ്രചാരണം നടത്താനും ഒക്കെ എത്തുന്നത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണെന്നും ഇത് കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നുമുള്ള ആക്ഷേപമാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന വനിത ഈ AICCയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്ക് പരാതിക്കത്ത് അയച്ചത് ഇതിലെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, അത് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഈ സംരക്ഷണം കിട്ടുന്ന, ഇയാൾക്ക് വേണ്ടി നിൽക്കുന്ന, ഒപ്പം ഇയാളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നും അവരുടെ തണലിൽ, അവരുടെ കരുത്തിൽ, അവരുടെ സംരക്ഷണയിൽ, അവർ നൽകുന്ന പിന്തുണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കാരനല്ലാതായിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ആക്ഷേപം. അല്ല ഗോപീഷ്, ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു ചെറിയൊരു രാഷ്ട്രീയം ഉണ്ട് അതിൽ. അതായത് കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിലാണല്ലോ രാഷ്ട്രീയ ശത്രുതയുള്ളത്. അവിടെ CPMനെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. അതുകൊണ്ട് അറിയാമല്ലോ, അവർക്കെതിരെയുള്ള CPMൻ്റെ നിലപാടുകൾക്ക് അറിയാമല്ലോ. ഷാഫി പറമ്പിലിനെ തടഞ്ഞതും പിന്നീട് ഷാഫി പറമ്പിലിനെതിരെ പെണ്ണുകേസ് എന്ന രീതിയിൽ
പാലക്കാട് CPM ആരോപിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെ തളർത്തുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഇത് കുറച്ചു കാലം മുമ്പ് തുടങ്ങിയതാണ്. കാരണം യൂത്ത് ലീഗ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒരു ടീമായിട്ട് മലബാർ ഭാഗത്ത് വർക്ക് ചെയ്തപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ അടക്കം തിരിച്ചു പിടിക്കുകയും മലബാർ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കുകയും നിലമ്പൂരിൽ അത് പ്രകടമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടീമിനെ തകർക്കുക എന്നുള്ള CPMൻ്റെ ഒരു രാഷ്ട്രീയ ലൈനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എതിർപ്പ് കൂടും. ഈ എതിർപ്പ് കൂടുമ്പോൾ എന്താണ്, ഈ CPM ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എതിർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെന്താ വെച്ചാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്, കാരണം നിന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ CPM വിരോധമാണ്. ഈ CPMകാരുണ്ടാക്കുന്ന ഈ പ്രകോപനം ഇപ്പം തന്നെ ഈ ശ്രീ ഗോപൻ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചില വിശേഷണങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ തിരിച്ച് പ്രയോഗിക്കുവർ രാഷ്ട്രീയമല്ലേ. അപ്പോൾ അവിടെ അവർ അങ്ങനെ കാണാൻ കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി, ശരി. പക്ഷേ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തതുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കും. ഇത് ഞാൻ പറയാൻ കാരണം ഇത് CPMലുണ്ടെന്നേ. CPMലെ TP വധക്കേസിലെ പ്രതികളുടെ കല്യാണങ്ങൾക്കും അവരുടെ ഒരു പ്രതിക്ക് യാത്രയപ്പ് കൊടുത്തതൊക്കെ ഓർമ്മയില്ല ഗോപികൃഷ്ണ. കാരണം അവിടെ ആ സമയത്തെ മുതിർന്ന നേതാക്കളല്ലേ പോയിട്ട് പറഞ്ഞത്, പാർട്ടിക്ക് വേണ്ടി നന്മ ചെയ്തവരെന്നല്ലേ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം പാർട്ടി പ്രവർത്തകരെയാണെന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല ചില ഘട്ടത്തിലൊന്നും. അങ്ങനെ അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചൂടാണത്. ഒരു രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക, വല്ലാതെ രാഷ്ട്രീയം തിളയ്ക്കുമ്പോഴാണ്. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക പ്രാദേശിക തലത്തിലെ നേതാക്കളെ. എന്തുകൊണ്ടാണ് CPMലുള്ളവർക്ക് പോലും വിശ്വാസം ഇല്ലാണ്ടായത് ഗോപികൃഷ്ണ? എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ റബൽസ്, വിമതര് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് വന്നത്? എന്തുകൊണ്ടാണ് BJP CPM ഡീലുണ്ട് എന്ന് തിരുവനന്തപുരത്ത് ഒരു വനിതാ മത്സരാർത്ഥി റബൽ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് പറഞ്ഞത്? നിസ്സാര കാര്യമാണോ? അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തിൽ കുറച്ചുകൂടെ ചൂട് പിടിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.